അങ്ങനെ നമുക്ക് ഇന്നൊരു കൊറിയർ എത്തിയിട്ടുണ്ട്. അടുത്ത് നിന്നൊന്നുമല്ല, അങ്ങ് ദൂരെ വയനാട് നിന്നാണ്. വേറൊന്നുമല്ല, 2 ഓർക്കിഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്വൽ ഓർക്കിഡ് ഗാർഡൻ അവരുടെ ആ ഒരു ടീമിനെയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്തത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു. ഡെൻഡ്രോബിയം കാറ്റഗറിയിൽ വരുന്ന 2 എണ്ണമാണ് ഓർഡർ ചെയ്തത്. എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല. ഇതൊക്കെ ഇവിടെ വന്ന് അമ്മയുടെ നിന്നൊക്കെ പഠിച്ചെടുത്തതാണ്. അപ്പം എൻ്റെ പേരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പും ഇവരുടെ എന്നല്ല, പക്ഷേ വയനാടുള്ള വേറൊരു ടീമിൻ്റെ നിന്ന് ഞങ്ങൾ 2 എണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓർക്കിഡല്ല, ഈ കാണുന്ന ഒന്ന് പെട്രിയ. ഇതിൻ്റെ ആ ഒരു ഇമേജ് കണ്ട് അത്രയും ഒരു ഭംഗി തോന്നിയിട്ടാണ് ഒരു ബ്ലൂ കളറുള്ളത് ഓർഡർ ചെയ്തത്. ഇതുവരെയും പൂത്തിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നതാണ്. നല്ല രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ ചെയ്ത്, പക്ഷേ ഇതുവരെയും പൂത്തില്ല. പിന്നെ നെക്സ്റ്റ് വന്നതാണ് ഈ ഒരു സൺഡേ മൺഡേ. ഇത് നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഇപ്പോൾ പൂവില്ല, പക്ഷേ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒരു വൈറ്റും ലാവൻഡർ കളറും കൂടെ ചേർന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ പെട്രിയ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നേ ഉള്ളൂ. അങ്ങനെ എന്തായാലും ഓർക്കിഡ് നടാനായിട്ട് ഇതാ കരിക്കട്ടയും ചുടുകട്ടയും തൊണ്ടും പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇത്രയും സാധനങ്ങളൊക്കെയാണ് അമ്മ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ഓർക്കിഡ് കെയർ ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെ 2 എണ്ണം ഞങ്ങൾ മരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം നോർമലി അല്ലാതെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താവും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതെല്ലാം ഓർഡർ ചെയ്തത് അമ്മ സ്വന്തമായിട്ട് തന്നെയാണ്. അമ്മ യൂട്യൂബിൽ നിന്ന് കണ്ട് പിടിച്ചതാണ്, ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു, അത്ര മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഗാർഡനിൽ വേറൊരു ഗസ്റ്റും കൂടെ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല, നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ റോസാപ്പൂക്കൾ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.